ഹായ്, ഞാൻ ഡോക്ടർ പ്രസാദ്. പ്രമേഹമുള്ള ആളുകൾ അവരുടെ ജീവിത രീതി എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അവർ കഴിക്കുന്ന ആഹാരം. പ്രമേഹമുള്ള ആളുകൾ ധാന്യങ്ങളിൽ അരിയാണ് പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത്. പകരമായിട്ട് ഗോതമ്പ്, ചോളം, രാഗി, തിന പോലെയുള്ള ധാന്യങ്ങളിലേക്ക് മാറാം ഉപയോഗിക്കേണ്ടത്. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് പഴങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. പ്രമേഹമുള്ള ആളുകൾ പഴങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല. അവർക്ക് ആകെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന പഴം പേരക്കയാണ്. ബാക്കി പഴങ്ങൾ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. മൂന്നാമത്തേത്, മദ്യപാനം, പുകവലി പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഞ്ചസാര, ശർക്കര പോലെ മധുരമുള്ളവയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇനി പലരും ചോദിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. ഇതിൽ നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ ലെവൽ, നിങ്ങൾക്ക് എത്ര കാലമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, അതൊക്കെ പരിഗണിച്ച് മാത്രമേ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം അങ്ങനെ നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാം. ഇനി അടുത്തതായിട്ട് ഇങ്ങനെയുള്ളവർ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. എയറോബിക് ആയിട്ടുള്ള വ്യായാമങ്ങളാണ് നല്ലത്. അതുപോലെ തന്നെ കൃത്യമായ അളവിൽ ഒരേപോലെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നതാണ് നല്ലത്. നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നടക്കുക, യോഗ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും യോഗ ചെയ്യുക. ഹെവി ആയിട്ടുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രമേഹമുള്ള ആളുകൾ ഉറക്കം ഒഴിക്കാൻ പാടില്ല. എല്ലാ ദിവസവും മിനിമം 6 മണിക്കൂറെങ്കിലും ഇവർക്ക് ഉറങ്ങാൻ കിട്ടണം. ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് സംസാരിച്ച് അതിനുള്ള പ്രതിവിധികളും കാണണം. പിന്നെ ആഹാരം എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സമയക്രമവും. പ്രമേഹമുള്ള ആളുകൾ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് തന്നെ ആഹാരം കഴിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് ഷുഗർ കുറയുന്നതും പെട്ടെന്ന് ഷുഗർ കൂടുന്നതും ശരീരത്തിൽ പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഡയബറ്റീസ് ഉള്ള ആളുകൾ സ്വയം രക്തം പരിശോധിക്കാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഷുഗർ വാല്യൂസ് എഴുതി സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ ഡയബറ്റീസിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡോക്ടറോട് ചോദിക്കാതെ, ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ആ ഡോക്ടറോട് ചോദിക്കാതെ ആ മരുന്ന് നിർത്താൻ പാടില്ല. അതിലെ ഡോസ് വ്യത്യാസം വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് യാത്ര പോകുമ്പോഴല്ല ആളുകൾ പറയാറുണ്ട്, ആ യാത്ര പോകുന്ന സമയത്ത് ഞാൻ മരുന്ന് കഴിച്ചില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ആ മരുന്നിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ ലെവലുകൾ നിൽക്കുന്നത്. നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ മരുന്ന്, നിങ്ങളുടെ ജീവിത രീതി എല്ലാം ശരീരത്തിലെ ഷുഗർ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഷുഗറിനെ കൃത്യമായ അളവിൽ നിർത്താൻ മരുന്ന് കൃത്യസമയത്ത് ചെല്ലേണ്ടതും ഒരാവശ്യമാണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമല്ല, അത് ശരീരത്തിന് വരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽസിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അവിടെ അനിവാര്യമാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.